ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 5 വെള്ളിയാഴ്ചയാണ്. ഇന്ന് നമ്മുടെ വിപണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇവൻ്റ് ആയിട്ടുള്ള RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഡിസിഷൻ ഇന്ന് രാവിലെ 10 മണിക്ക് വരാനിരിക്കുകയാണ്. ഇന്നത്തെ RBIയുടെ മോണിറ്ററി പോളിസി ഡിസിഷൻ എത്തരത്തിലായിരിക്കും, നിരക്കുകളിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ വിപണിയുടെ പ്രതികരണം എത്തരത്തിലായിരിക്കുമെന്നും, ഒരുപക്ഷെ ഒരു ഹോക്കിഷ് ടോണാണ് എങ്കിൽ വിപണിയുടെ പ്രതികരണം എത്തരത്തിലായിരിക്കുമെന്നും, കൂടാതെ ഇനി ഒരുപക്ഷെ ഒരു റേറ്റ് ഹൈക്കാണ് വരുന്നതെങ്കിൽ എത്തരത്തിലായിരിക്കും വിപണി റിയാക്ട് ചെയ്യുക എന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കാരണങ്ങൾ പറയുന്നുണ്ട്. RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ന്, അതായത് ജൂൺ 5 രാവിലെ 10 മണിക്കാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ തീരുമാനം പ്രഖ്യാപിക്കുന്നത്. ഹ്രസ്വകാലത്തേക്ക് മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് തീരുമാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനം കൂടിയായിരിക്കും ഇത്. നിലവിൽ റിപ്പോ റേറ്റ് 5.25%. 2025 RBI 100 മുതൽ 125 ബേസിസ് പോയിൻറ്റ്സ് പലിശ നിരക്ക് കുറച്ചെങ്കിലും ഇപ്പോൾ ചില വെല്ലുവിളികൾ നമുക്ക് മുന്നിലുണ്ട്. അതിനെക്കുറിച്ച് പറയാം. ക്രൂഡ് ഓയിൽ വില 97 മുതൽ $100 സമീപത്താണുള്ളത്. കൂടാതെ WPI ഇൻഫ്ലേഷൻ, ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ 8.3%. കൂടാതെ ഡോളറിനെതിരെ രൂപ $96 അരികെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇത്രയൊക്കെ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ RBIയുടെ പ്രധാനപ്പെട്ട ആശങ്കയായി ഇൻഫ്ലേഷൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ഇന്നത്തെ RBIയുടെ ഡിസിഷന് ശേഷം എത്തരത്തിലായിരിക്കും മാർക്കറ്റിൻ്റെ ഒരു റിയാക്ഷൻ, നെഗറ്റീവ് ആയിരിക്കുമോ പോസിറ്റീവ് ആയിരിക്കുമോ എന്നുകൂടി എല്ലാവരും ഒന്ന് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി മണി കൺട്രോളിൻ്റെ അഭിപ്രായത്തിൽ 14 സാമ്പത്തിക വിദഗ്ധരിൽ 10 പേരും റിപ്പോ നിരക്ക് 5.25% തുടരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ 4 പേർ 25 ബേസിസ് പോയിൻറ്റ്സിൻ്റെ പലിശ നിരക്ക് വർദ്ധിപ്പിക്കും എന്നുള്ള പ്രതീക്ഷയിലും നിൽക്കുന്നു. അതായത് ഒരു 70% സാമ്പത്തിക വിദഗ്ധരും ഇന്ന് പ്രതീക്ഷിക്കുന്നത് 5.25% എന്ന നിരക്കിൽ റിപ്പോ റേറ്റ് നിലനിർത്തും എന്ന് തന്നെയാണ്. പക്ഷേ ഒരു ഹോക്കിഷ് സ്പീച്ചാണ് RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു റേറ്റ് ഹൈക്ക് ഉണ്ടാകുന്നു എന്ന് കരുതുക. അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു റിയാക്ഷൻ എത്തരത്തിലായിരിക്കും എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ ഒന്ന് നോക്കാം. ഇനി ഈ 3 സിനാരിയോകൾ എത്തരത്തിലാണ് എന്ന് നമുക്ക് നോക്കാം. ഒരുപക്ഷെ ഈ നിരക്കുകൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, ഈ 5.25% എന്ന നിരക്കിൽ തന്നെ ഹോൾഡ് ചെയ്യുകയാണ്, അതിൽ നിരക്കുകളിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്നാണെങ്കിൽ ഇന്ന് വിപണിയിൽ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ചെറിയ ഒരു പോസിറ്റീവ് ക്ലോസിങ്ങിനായിരിക്കും സാധ്യതയുള്ളത്. കാരണം ഈ വിപണിയിൽ ഈ തീരുമാനം ഓൾറെഡി തന്നെ നമ്മൾ വിലയിരുത്തിയിട്ടുള്ളതാണ്. ബാങ്കിങ് ഓഹരികൾ സ്ഥിരത നിലനിർത്താനുള്ള ഒരു സാധ്യതയുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഒരു ആശ്വാസമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും, ഇത്തരത്തിൽ ഒരു നിരക്ക് ഫ്ലാറ്റായി അല്ലെങ്കിൽ ഒരു ഹോൾഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് എങ്കിൽ നമുക്ക് അത്തരത്തിലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഇനി രണ്ടാമത്തെ സിനാരിയോ നമുക്ക് നോക്കാം. ഒരുപക്ഷെ നിരക്കുകൾ 5.25% തന്നെ ഹോൾഡ് ചെയ്തു, പക്ഷേ RBI ഗവർണർ ഭാവിയിൽ പലിശ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള തീരുമാനങ്ങളും കൂടാതെ ഹോക്കിഷ് സന്ദേശമോ അത്തരത്തിലൊക്കെ അദ്ദേഹം പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു സ്റ്റാൻസ് കൂടുതൽ കടുപ്പിക്കുകയാണ് എങ്കിൽ വിപണിയിൽ ഒരു നെഗറ്റീവ് സർപ്രൈസിനുള്ള സാധ്യതയുണ്ട്. അത് നിഫ്റ്റി ഏകദേശം നല്ല രീതിയിൽ തന്നെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. 0.5% മുതൽ ഒരു 1% അല്ലെങ്കിൽ അതിന് മുകളിലേക്കൊക്കെയുള്ള ഒരു നെഗറ്റിവിറ്റി മാർക്കറ്റ് കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇനി ഇതുമല്ല, മൂന്നാമത്തെ സിനാരിയോ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അത് കുറച്ചുകൂടി ബീറിഷ്നെസ് വർദ്ധിപ്പിക്കുന്ന ഒരു സിനാരിയോ ആണ്. കാരണം ഇത് നമ്മളിപ്പോൾ വിപണി തീരെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. RBI അപ്രതീക്ഷിതമായി 25 ബേസിസ് പോയിൻറ്റ്സിൻ്റെ പലിശ നിരക്ക് പ്രഖ്യാപിച്ചാൽ അത് ഓഹരി വിപണിക്ക് ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് സംഭാവനയാകും. അത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ രീതിയിലുള്ള ഒരു നെഗറ്റിവിറ്റിയിലേക്ക് മാർക്കറ്റ് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് 3 സാധ്യതകളാണ് പറയുന്നത്. ഇത്തരത്തിൽ ഒരിക്കലും ആവണമെന്നില്ല. പക്ഷേ അനലിസ്റ്റുകളുടെ ചില അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. ഏതായാലും ഇൻഫ്ലേഷൻ ഉയരുന്നു, പെട്രോൾ വില വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു, LPG വില വർദ്ധിച്ചിരിക്കുന്നു. അങ്ങനെ ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ട് വലിയൊരു നെഗറ്റീവ് ഫാക്ടർ നമ്മുടെ എക്കോണമിയിൽ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇന്നത്തെ RBI ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പുറത്തു വരുന്നത് വരെ എല്ലാവരും ശ്രദ്ധാപൂർവ്വം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വരാം. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം നെഗറ്റീവിൽ തന്നെയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനാൽ എണ്ണവില ഉയർന്ന നിലയിൽ തന്നെ തുടരുകയാണ്.
ഇതോടെ ഊർജ്ജ ചെലവുകളും പണപ്പെരുപ്പവും വർദ്ധിക്കുമെന്നുള്ള ആശങ്കയും ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ വലിയ രീതിയിൽ തന്നെ ഇടിവിലാണ്. ബുധനാഴ്ച പുലർച്ചെ ഇറാൻ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയിരുന്നു. ഏതായാലും ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിൽ വലിയ നഷ്ടത്തിൽ നിൽക്കുന്നത് കോസ്പി മാർക്കറ്റാണ്. ഏകദേശം 6.5% ഇടിവിലാണ് ഇന്ന് രാവിലെ ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്നത്. കോസ്പി മാർക്കറ്റ് ഇത്തരത്തിൽ വലിയ നഷ്ടത്തിലാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കിയും അതിനോടനുബന്ധിച്ച് 2% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ചെറിയ ഒരു ആശ്വാസം എന്ന് പറയാനുള്ളത്, ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 23,500 എന്ന നിലയിൽ 20 പോയിന്റ്സ് നേട്ടത്തിലാണ്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് 10 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് നിഫ്റ്റിയിൽ നമുക്ക് സാധ്യത കാണുന്നത്. ഇനി ഇന്നലത്തെ US മാർക്കറ്റിലേക്ക് വന്നാൽ ഡൗ ജോൺസ് ഇന്നലെ റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തു. 1.73% ഒരു ഗംഭീര റാലിയാണ് ഡൗ ജോൺസിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ S&P 500 0.41%, നാസ്ഡാക്ക് ബ്രോഡ്കോമിന്റെ റിസൾട്ട് പുറത്തു വന്നത് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ നാസ്ഡാക്ക് ഇന്നലെ 0.09% ഇടിവിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ഇനി ഓയിൽ പ്രൈസുകൾ ഇന്ന് രാവിലെ ചെറിയ ഇടിവിലാണ്, $95 ട്രേഡ് ചെയ്യുന്നത്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ വീണ്ടും ഇടിവിലാണ്, 4% അടുത്ത ഇടിവിൽ $63,000 ട്രേഡ് ചെയ്യുന്നു. ഇനി സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കോഴ്സിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇനി പ്രധാനപ്പെട്ട ചില സ്റ്റോക്ക് ന്യൂസുകളിലേക്ക് വരാം. അതിനു മുന്നേയായി നമ്മൾ ഇന്നലെ പബ്ലിഷ് ചെയ്ത പോസ്റ്റ് മാർക്കറ്റ് വീഡിയോ എല്ലാവരും കണ്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഒത്തിരിയേറെ നല്ല ബ്രേക്ക് ഔട്ട് വരുന്ന സ്റ്റോക്കുകളൊക്കെ നമ്മൾ അവിടെ മെൻഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ ആ വീഡിയോ കൂടി എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇനി ആദ്യത്തെ സ്റ്റോക്കായിട്ട് പറയാനുള്ളത് ഓറോബിൻഡ ഫാർമയാണ്. US FDA നിന്ന് അനുമതി ലഭിച്ച ടൊഫാസിഗ്നിബ് 5mg ആൻഡ് 10mg ഗുളികകൾ ഉടൻ വിപണിയിലെത്തും. അടുത്തത് CG പവർ എന്ന കമ്പനിയാണ്. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ പുതിയ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് EHV സ്വിച്ച് ഗിയർ നിർമ്മാണ യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി. മറ്റൊരു കമ്പനി HDFC AMC ആണ്. വിപണിയുടെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഗോൾഡ് ETF FOF എന്നിവയിലേക്കുള്ള ലംസം നിക്ഷേപങ്ങൾക്ക് താൽക്കാലിക നിയന്ത്രണം വരുത്തിയിരിക്കുന്നു. അടുത്തത് ഇൻഡിഗോയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത. കുറഞ്ഞ ഡിമാൻഡും ഉയർന്ന ചിലവും കാരണം ഹോങ്കോങ്, ഷാങ്ഹായ്, ഹോച്ചിങ് മിൻ സിറ്റി, ക്രോബി, ലങ്കാവി ഉൾപ്പെടെയുള്ള ചില അന്താരാഷ്ട്ര സർവീസുകൾ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ താൽക്കാലികമായി നിർത്താൻ ഇൻഡിഗോ തീരുമാനിച്ചിരിക്കുന്നു. അടുത്തത് അവന്യൂസ് AI എന്ന കമ്പനി. UAE സെൻട്രൽ ബാങ്കിൽ നിന്ന് റീറ്റെയിൽ പേയ്മെന്റ് സർവീസ് ലൈസൻസിന് പ്രിൻസിപ്പൽ അനുമതി കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. മറ്റൊരു കമ്പനി ഗ്രോ എന്ന കമ്പനിയാണ്. ഗോൾഡ്മാൻ സാച്ചസ് 210 കോടി രൂപ വില വരുന്ന 1.13 കോടി ഓഹരികൾ കമ്പനിയിൽ നിന്ന് വാങ്ങിയിരിക്കുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തു പോയത്. ഏതായാലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇതിവിടെ ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. വീണ്ടും കാണാം. ഏവർക്കും നന്ദി.